ഹലോ ഓൾ, എൻ്റെ കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നതിന് ശേഷം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. മെയിൻ ആയിട്ടുള്ള കാര്യം ഫൈനൽ ലുക്കേ വല്ല പച്ചപ്പൂ ഹരിതാപൂ ഒക്കെ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വട്ടത്തിൽ കറങ്ങിയിട്ട് കയ്യിൽ പൂവൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ എടുക്കണം എന്നതിന് എൻ്റെ മനസ്സിലാഗ്രഹം. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നേരെ വൈകിയത്. അവസാനം കണ്ണാടിന്റെ മുമ്പിൽ ഞാൻ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് കണ്ടിട്ടുള്ള വീഡിയോ ആട്ടോ എനിക്ക് നിങ്ങളെ കാട്ടിത്തരാനുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഫേവറേറ്റ് ഡ്രസ് കളക്ഷൻസിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടത്. മെയിൻ ആയിട്ട് ഇതിന്റെ സ്ലീവാണ്, മാരി സ്ലീവ്. ഇതിന് ഇങ്ങനെ ഒരു പേര് വരാനുള്ള ഒരു ചരിത്രം കൂടെ പറഞ്ഞുതരാം. 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ഫ്രാൻസിൽ രാജ്ഞിയായിരുന്ന മാരി ഡി മെഡിസിസിന്റെ സ്ഥിരമായ ഒരു ഡ്രസ്സിംഗ് പാറ്റേണിൽ നിന്നാണ് പോലും ഈ സ്ലീവിന് മാരി സ്ലീവ് എന്ന പേര് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ടോപ്പിന്റെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഡിസൈൻസ് മാറ്റി മാറ്റി നോക്കുന്നുണ്ടെങ്കിലും അവസാനം ഒരു പ്രിൻസസ് കട്ട് ടോപ്പ് അങ്ങ് ചെയ്യാന്ന് കരുതി. ഏതൊരു കാര്യവും അത് ചെയ്താണല്ലോ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസസ് കട്ടൊന്നും ഞാൻ ഇതിനു മുമ്പ് ചെയ്തതല്ല. പഠിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് പുതിയ പുതിയ പാറ്റേൺസ് ഞാൻ ചെയ്യുന്നത്. യൂട്യൂബും സ്റ്റിച്ചിങ്ങിന്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ ഇനി തെറ്റുകൾ വന്നു പോയാലും നിങ്ങൾ അത് നികത്തി കണ്ട് മുന്നോട്ടേക്ക് പോകും. അപ്പൊ പറഞ്ഞു വന്നത് ഇഷ്ടമാണ് പ്രധാനം. ഈ ഗ്ലാസ് ഓർഗൻസ ഫാബ്രിക്കിലെ ഏലൻ സ്കേർട്ട് ആണ് ചെയ്തത്. ഈ ഫാബ്രിക്കിന്റെ ഈ ഷൈനിങ് തന്നെ മതി നമ്മൾ ഏത് ടൈപ്പ് ഡ്രസ്സ് അടിച്ചാലും അതിന് ഭംഗി കൂട്ടാൻ. അങ്ങനെ കലാപരിപാടികൾക്ക് അവസാനം ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.